Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എവടാ കുടിക്കരുത് വലിക്കരുതെന്നൊക്കെ പറഞ്ഞ ഇവന്മാര് കേക്കുവാ. കൂമ്പുപാടായിരുന്ന നിങ്ങൾക്കുള്ള. എന്താ കറുത്ത നിറയില്ലാത്തത്? അത് ദൈവം അങ്ങനെയാണ് അത് ഉണ്ടാക്കിയേക്കണത്. പിന്നെ ആ എല്ലാ നിറം കൂടി കൂട്ടിക്കലർത്തിയ കറുപ്പല്ലേ മോളെ കിട്ടണത്. അപ്പൊ ദൈവം കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ?
സിബി. ഹലോ, ഇത് എന്തോരം നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോഴും ഇവിടെ ബെല്ലടിച്ചത് പറ. ചേട്ടാ, ഇത് കറങ്കോട്ടെന്ന് വിളിക്കണേ. ഇവിടെ കറണ്ട് പോയിട്ട് എത്ര നേരം അറിയോ? എവിടുന്ന്? കറങ്കോട്ട. കൺസ്യൂമർ നമ്പർ പറ. ഇവിടുത്തെ 11:42. അല്ല, 11:43. ആളെ വിട്ടെ കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞ് വന്നില്ലെങ്കിൽ തിരിച്ചു വിളിച്ചാൽ മതി കേട്ടോ. അല്ല സാറേ, വേഗം വരല്ലേ? എവിടെയാണോ? കറങ്കോട്ട. പിന്നെ അവിടെ പകല് പോണില്ല, പിന്നെയാണ് രാത്രി. നീരപ്പടി നനഞ്ഞു പോയാലാടാ. ഇങ്ങോട്ട് വാ, ഞാൻ തോർത്തി തരാം. വാ ഇങ്ങോട്ട്. നിനക്ക് പെണ്ണിനെ ഇഷ്ടമായോ? അവക്ക് ഇഷ്ടമായോ? കള്ളാ. ഇതാരാണ്? നിനക്കാണോന്ന് പറഞ്ഞു വന്നാണ്. പിന്നെ തീപ്പെട്ടി ചോദിച്ചു. തീപ്പെട്ടി എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ അകത്ത് പോയി തീപ്പെട്ടി എടുത്തപ്പോഴാണ് നീ വന്നത്. ആരാണ്? എന്താ? ഷിമിലി എൻ്റെ പെണ്ണ. ഈ ആലോചന ഇവിടെ വെച്ച് നിർത്തിക്കും. ഞാനും ഷിമിലിയും തമ്മിൽ കുഞ്ഞുനാൾ ഒരു സ്നേഹത്തിൽ. നീയെങ്ങാനും അവളെ കിട്ടിയ ഇത് മടാനൊന്നല്ല, പെട്രോളാ. നിന്ന് കത്തി ഞാനിവിടെ. അതിനാണ് തീപ്പെട്ടി ചോദിച്ചത്. അമ്മ തീപ്പെട്ടി എടുക്കുമോ? ചെല്ലമ്മേ, തീപ്പെട്ടി എടുക്കുമോ? നീ വലക്കുള്ളിൽ വീഴാതുള്ളൊരു കള്ളക്കരിമീൻ പെണ്ണൊരുത്തി. ഓയ് കള്ളക്കരിമീൻ പെണ്ണൊരുത്തി. ഇവനൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയാ പോരാന്ന് ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. നീ വലക്കുള്ളിൽ വീഴാതുള്ളൊരു ചാർജ് ചെയ്യലാണ്. പെണ്ണൊരുത്തി. ഓയ് കള്ളക്കരിമീൻ പെണ്ണൊരുത്തി. ഇതിപ്പോഴെങ്ങനെ എത്തുവോ? സാറിന് അക്കരയ്ക്കാണ് പോകേണ്ടതെങ്കിലേ ഇച്ചി സമയം എടുക്കും. അതല്ല ഇവിടെയാണ് ഇറങ്ങണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങ് ഇറങ്ങ് സാറേ. ഒന്ന് ചുമ്മാ ചേട്ടൻ തുഴയേട്ടാ. ആ തുഴയി പിടിക്കണതാണോ ഓളം താളം തുള്ളണതാണോ എന്നെ നിനച്ചിരിക്കും നിന്റെ ഉള്ളം പിടക്കണതാണോ ഞാൻ വല്ലിക്കണ ഇവിടെ ഒരു പാലം വന്നാൽ തീരൂലേ നിന്റെ ഈ കഴപ്പ്? ഇവിടെ പാലം വരാഞ്ഞിട്ടല്ല സാറേ,
ഞങ്ങൾ കറുകോട്ടക്കാർക്ക് പാലം വേണ്ടാഞ്ഞിട്ടാണ്. ഞങ്ങൾ ഇത്തിരി പഴഞ്ചനാണ്. തൽക്കാലം ഈ സെറ്റപ്പൊക്കെ മതി. സാറിന് ഈ പാലം വന്നില്ല അക്കരക്കുള്ളൂ. എന്താണ്ടാ കളിപ്പാണാ ഇടപെടണോ? വേണ്ട പാപ്പാ, 4 കേസ്. പാപ്പ വന്ന് വെള്ളത്തിക്ക്. നിനക്കിത് എന്തിന്റെ കേടാ? നമ്മൾ വന്ന പണിയും കഴിഞ്ഞ് പോവാൻ നോക്കാം. എന്നാലും നമ്മളോടൊക്കെ ഇങ്ങനെ കാണിക്കും. ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര ധൈര്യം? നോക്കി നടക്കട്ടെ. ഈ ഗിരിവാസന്റെ വീട് ഏതാ? ചോദിച്ചേട്ടല്ലേ? നേരെ പടിഞ്ഞാട്ടി ചെല്ലുമ്പോഴേ ഒരു തേക്കാത്ത വീട് കാണാം. അതിന്റെ നേരെ വടക്കേ കാണുന്ന വീടാണ്. ചോദിച്ചാ മതി. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ചോദിക്കും സാറേ. തെക്കേല് ഷിമിലിയുടെ വീടാണേ. നാളെ അവക്കടെ ചെറുക്കന്റെ വീട്ടിലെ വിരുന്നാണ്. ഞങ്ങളെയൊന്നും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ തന്നെ ഇട്ട് പോണൂല്ല. മോളെ തിന്നു മോനെ. അവിടെ മാക്കാച്ചിനെ പോലത്തെ ചെറുക്കന്റെ മുഖവും മുഞ്ഞാണിയും കാണാനായിട്ട്. നിങ്ങ എന്തിനാണ് എന്നോടുള്ള ദേഷ്യ പോലീസുകാരോട് കാണിച്ചത്? പാവ അതിങ്ങ പേടിച്ചു പോയാലാ. ഈ ഗിരിവാസന്റെ വീട് ഇതാണ്. അയ്യോ അതെ സാറേ. എന്താ സാറേ പ്രശ്നം? ഗിരിവാസന്റെ അമ്മയാണോ നിങ്ങള്? അതെ. അവനിവിടെ ഇല്ലേ? ഇല്ല സാറേ. ഈ ചെക്കൻ ഇവിടെയൊക്കെ ഇടിച്ച് പൊളിക്കുമല്ല. എന്താ സാറേ എന്താ പ്രശ്നം? സാറേ എന്റെ കുഞ്ഞൊന്നിനും പോകാത്താണല്ലോ സാറേ. അതാണോ അവൻ? അതെ. ഇനി വെള്ളക്കാരിയായിട്ട് എന്താ ബന്ധം? അവന്റെ എക്സായിരുന്നു സാറേ. പക്ഷെ ഇപ്പൊ അവള് തേച്ചിട്ടും പോയി. അവൻ കഞ്ചാവാണോ? അല്ല സാറേ, അത് അവന്റെ ലുക്കാണ് സാറേ. അവന്റെ അച്ഛൻ എവിടെയാണ്? അവന്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി സാറേ. അങ്ങേര് കഞ്ചാവായിരുന്നു. അതവന്റെ അച്ഛനല്ല സാറേ. അതേ കേജിയുടെ ഫോട്ടോയാണ്. അവൻ വരുമ്പോ പറഞ്ഞേക്ക്. നാളെ രാവിലെ 10 മണിയാകുമ്പോ സ്റ്റേഷനിൽ ഹാജരാകും. കേട്ടല്ലോ? ആ സാറേ ഇപ്പോഴും അവൻ എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലല്ലോ സാറേ. അതൊക്കെ ഞങ്ങൾ സ്റ്റേഷനിൽ വെച്ച് നേരിട്ട് പറഞ്ഞോളാം. അവൻ മാത്രമല്ല, സ്പുട്നിക്, ഗിരിവാസൻ, ചൊക്ലി സുധൻ, തുമ്പി, ആമ്പ് ബിജു, കുടു, ടിക്കൻ. മാരിയമ്മൻ കോവിലിലെ മരിയമേ, ഈ മലനാടിന്റെ മക്കളെ കതിരണം. മാരിയമ്മൻ കോവിലിലെ മരിയമേ, ഈ മലനാടിന്റെ മക്കളെ കതിരണം. ജിംബക ജിംബ ജിംബക ജിംബ ജിംബക ജിംബ ജിംബ ഹോ, ജിംബക ജിംബ ജിംബക ജിംബ ജിംബക ജിംബ ജിംബ ഹോ. ഇവന്മാരിത് പിന്നെയും തുടങ്ങിയ. ഇന്നെന്താണ് ആ കാര്യം? അടിയാണോ? അടിച്ചു പൊളിക്കണോ മരത്തല.
ഒഴിക്കിട്ടാ. അതിന്ന് ഒരു വായൽ വെച്ച് കൊടുക്കണ ആ ഫിൽറ്റർ ഇട്. സാറേ രണ്ടുപേരും കൂടി നോക്കി. ഓക്കെ. അതെ സദ്യ മാത്രമേ ഉള്ളൂട്ടാ. ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഈ സാറിന്റെ ഒരു കാര്യം. നിങ്ങൾ കഴിച്ചാ എല്ലാരും നിന്റെയൊക്കെ മഞ്ഞപ്പുറം കറങ്ങോട്ടെ. കുറെ നാളായി നീ ഉത്സവം ക്രിക്കറ്റ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ തല്ലിടാക്കണത്. ഇനി നിന്റെയൊക്കെ കേസിൽ ഇടപെട്ട് ജീവിതം തുറക്കാൻ ഞാനില്ല. ഇറങ്ങിക്കോ, എല്ലാം വിട്ടോ, വിട്ട് പടിയായിക്കോ. സാറേ ഇവന്മാരാണ് ഒരു കാര്യമില്ലാണ്ട് ഞങ്ങൾ തല്ലിയത്. സാറേ ഞങ്ങളുടെ പോസ്റ്റ് കൊണ്ടുപോയി. സാറേ ഞങ്ങളുടെ കറണ്ടിന് ഒച്ച എത്ര സാറേ ഞങ്ങളുടെ കറണ്ടിന് വേണ്ടിയിട്ടാണ്. കേൾക്കൂല സാറേ. പോസ്റ്റ് പൊളിച്ച് ഇവനാണ് സാറേ. മിണ്ടായിരിക്കാൻ പറ. സാറേ ഞാൻ ഈ കറുകോട്ടക്കാരനും അല്ല മഞ്ഞപ്പുറക്കാരനും അല്ല. ഞാനിത് രണ്ടിനെ നടുക്കിക്കുന്ന ആളാണ്. പുഴയില പുഴയിലല്ല, പിന്നെ മീഡിയേറ്ററൊക്കെ ആയിട്ട്. നിന്നെ എനിക്കറിയാം, നീ കുഞ്ഞാട്ടല്ലേ? പണ്ട് ദുബായിൽ ജോലിട്ട് എയർപോർട്ടിൽ പോണ വഴിക്ക് പാടത്താരെ കൊക്കിനെ എവിടേക്കാണ്ട് അവിടെ ചാടിയിറങ്ങി കൊക്കിനെയും വെടി വെച്ച് ആ കേസിൽ നിന്റെ വിസയും ക്യാൻസലായി 3 വർഷം ജാമ്യലോട്ട് അകത്തിറന്നവനല്ലേ നീ. നീ ഒരുപാട് അങ്ങനെ മാന്യനാവണ്ട കേട്ടാ. ഞാൻ സംസാരിച്ചു. അല്ല നിക്ക് പോലെ ബാക്കി പറ. സാറേ ഞാൻ വെടിവെക്കണത് വീഡിയോ എടുത്ത് ആരോ ഫേസ്ബുക്കിലിട്ട് അങ്ങനെ പെട്ടുപോയതാണ്. എടാ നീ ഫേസ്ബുക്കിൽ ഉണ്ടാക്കിയവരല്ല ഞാൻ ചോദിച്ചത്. പറയാമോ നിന്റെ ബാക്കി പറ. സാറേ സംഭവം കറങ്കോട്ടക്കാർ കുറെ പഴഞ്ചൻ ആളുകളാണ്. സാറിനറിയോ ആ നാട്ടിലുള്ളത് വർഷങ്ങൾ പഴക്കമുള്ള മരത്തിന്റെ പോസ്റ്റുകളാണ് സാറേ. അതുകൊണ്ട് തന്നെ കറണ്ട് വലിയ പ്രശ്നം. സാറ് ഒരു കാര്യം പറയാം, കുറെ കുത്തിക്കെട്ടി കയറിയിറങ്ങി നടന്നിട്ടാണ് ഒരു കോൺക്രീറ്റ് പോസ്റ്റ് നടപടിയായത്. കഷ്ടകാലത്തിന് അറിയാണ്ട് ഉമാരത് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. കഷ്ടകാലത്തിന് അറിയാണ്ട് പോക്കൃതടിച്ച്. സാറേ ഞങ്ങൾ അറിയാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഇവന്മാരാണ് തല്ലി പൊട്ടിച്ചത്. മക്കളൊരു കാര്യം ചെയ്യ്, മര്യാദയ്ക്ക് KCB ഓഫീസിൽ പോയി പോസ്റ്റിന്റെ കാശടച്ച് ചെലാന്റെ കോപ്പി കൊടുക്കണം കൊടുത്തേക്ക്. കേട്ടില്ല? എന്താണ് സാറേ അപ്പൊ പോസ്റ്റ് നശിപ്പിച്ച് ഇവന്മാര് കാശം നടക്കണ്ടേ? നീയൊക്കെ പോസ്റ്റ് കട്ടണ്ടോയിട്ടല്ലേ? അപ്പൊ നീയൊക്കെ തന്നെ അതിന്റെ കാശ് അടച്ചാൽ മതി. അല്ലെങ്കിൽ സാറിന് അവരോടാണല്ലോ ചായ്വ്. ചെല്ല് പോ പോ പോ. ഇത് ലാസ്റ്റ് ആണ്. ഇനി ഇതിന്റെ പുറത്ത് വേറെ കോംപ്രമൈസ് ഉണ്ടാവൂല. എല്ലാം ഇറങ്ങിക്കോ, വിട്ടോ. ടോയ്ലറ്റിന്റെ പൈപ്പ് പൊട്ടി ഒന്ന് ശരിയാക്കണേ. തുമ്പി എടാ ഇവിടുത്തെ ടോയ്ലറ്റിന്റെ പൈപ്പിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് വെള്ളവും പോലുള്ള ഒടുക്കത്തെ സ്മെല്ലും. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും വിട്ട് ഇന്ന് തന്നെ ഒന്ന് ക്ലിയർ ചെയ്തേക്ക്. അങ്ങനത്തെ പണിക്കൊന്നും ഇപ്പൊ കറങ്ങോട്ടില്ല ആളില്ല സാറേ. എല്ലാവരും നല്ല ജോലിയുള്ളവരാ. പിന്നെ ഇതിനൊക്കെ വേണ്ടിയാണ് സാർ ഞങ്ങളോട് കാണിക്കുന്ന ഈ ചായ്വെങ്കിൽ ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങളെ മനുഷ്യന്മാരെ പോലെ കണ്ടാ മതി. ഈ വിളക്കൊന്ന് മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ട് അതെങ്ങനെയാ? അപ്പനും മകനും നേരമില്ലല്ലോ. ഇതിന്റെ പിരി ശരിയാവണില്ല കേട്ടാ. രണ്ടാമത്തത് നാളെയെങ്കിലും ഫീസ് കൊണ്ടുവരോടാ. ഒന്ന് പോയടി ചിന്നു, നീയൊക്കെ ഫീസ് കൊണ്ടിട്ട് പഠിക്കാൻ വന്നാ മതി. നിന്റെയൊക്കെ അച്ഛൻ്റെ കാശുണ്ടല്ലോ. വണ്ടിയിൽ 60 രൂപയ്ക്ക് ബിരിയാണി കച്ചവടമല്ലേ ജോലി. ചോറും വിൽക്കണുണ്ട്. പോരെ. എന്നിട്ട് എന്റെ കൊച്ചിന് കൊടുക്കാൻ 100 രൂപയില്ല. ഇരിക്കണമെന്നില്ല, ഷൂ അഴിക്കേണ്ടി വരുമെന്ന്. എടാ ഞാൻ ചായ എടുക്കാടാ. ഏയ് ചായ ഒന്നും വേണ്ട. കൊറേ വീട്ടിൽ കയറി വിളികളാണ്. അച്ഛൻ മരിച്ചതിന്റെ ആവശ്യം വിളിക്കാൻ വേണ്ടി വന്ന 16 നടത്തിയില്ലല്ല, 40 നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതാകുമ്പോ ഇറച്ചി മീനൊക്കെ ഉണ്ടാവൂല, കടിച്ചു പറിച്ചിരിക്കാം. ഏത് പിന്നെ അധികം ആരെയും വിളിക്കണില്ല. കാരണം ഈ ഒരു അവസ്ഥയായോണ്ടാണ്. മനസ്സിലായ? അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും ഗംഭീരമാക്കായിരുന്നു. ഏത് പന്നിപ്പുളി വിളിക്കായിരുന്നു. എന്താണ് വന്നേക്കൂലേ? പിന്നെ വരാതിരിക്കും. വാപ്പന് ഞങ്ങളോട് വലിയ കാര്യമായിരുന്നു. തോണ്ടലുണ്ടാവൂലേ? പിന്നെ തോണ്ടില്ലാണ്ട് 40 ബാബോട്ട. അപ്പൊ 40 വിളിക്കട്ടെ നമുക്ക്. എന്നാലും 92 കഴിഞ്ഞ വാപ്പൻ എന്തിനാ ഈ കടുങ്കൈ ചെയ്തെന്നാ ഞാൻ ആലോചിക്കണം. അതില്
അതിലില്ലാതെ പരന്നു കിടപ്പുണ്ട് ആകാശം നീലാകാശം. അവിടെ പക്ഷി കണക്കെ പായാൽ കവിയുന്നുണ്ടേ മോഹം. അതേ പക്ഷി കണക്കെ പായാൽ. കൊച്ചു ഒരു മിനിറ്റ് ഇവിടം വരെടാ. ഇവിടം വരെ ഇവളുമാരി പറഞ്ഞാണ് ശരി. അവരെന്തായാലും പള്ളിയിൽ നിന്ന് ഇറങ്ങട്ടെ, രണ്ടെണ്ണം കൊടുത്തിട്ട് ഞാൻ വരാം. ജയ്സേ, നീ വെറുതെ വഴക്കിനും വക്കാണത്തിനും ഒന്നും പോണ്ട കേട്ടോ. എടാ കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞേക്കണത്? സമാധാനം. ഓ പിന്നെ ഞാൻ എന്തായാലും അവനോടൊന്നും സംസാരിക്കാം. ഒരു കാര്യമില്ല, നിനക്കെന്താ പ്രാന്താ സംസാരിക്കും? അയ്യോ, എനിക്കിന്ന് പറ്റൂല. എനിക്ക് നമ്മച്ചോടൊപ്പം കൊന്ത കൊല്ലാനുള്ളതാടാ. ആ ചിത്തു, നമുക്കൊരു സ്ഥലം വരാം. എവിടെടാ? എങ്ങോട്ട്? നീ കേറ്, ഞാനല്ലേ പറഞ്ഞ. എനിക്ക് ഇന്ന് വരാൻ പറ്റില്ലടാ, അമ്മച്ചോടൊപ്പം കൊന്ത ചൊല്ലാൻ പോകാനുള്ളതാ. എടാ അതിനു മുമ്പ് ഞാൻ എത്തിച്ചേരാന്ന്. എന്നാലും നീ പറ, എങ്ങോട്ടാ പോകാനുള്ളത്? എടാ എന്റെ പെങ്ങളില്ലേ, അവക്ക് തലയിലിടാൻ കറ്റാർവാഴ. കറ്റാർവാഴയാ? നീ ചവിട്ടിക്കൊള്ളു. കേറ്. നീ മാറിയാലേ എനിക്ക് കേറാൻ പറ്റൂ. ഓ കേറ്. എവിടെയാടാ? നീ ഇവിടെ വെക്ക്, ഞാൻ പോയി വാങ്ങിട്ട് വരാം. വരാടാ. അല്ലടെ വെക്ക്. എന്നാ കഴിച്ചോ? മുറുക്കാനാ? എനിക്ക് വേണ്ട, തലകറങ്ങും. മധുരം ഇവിടെ മീട്ടയാടാ. ഇവിടെ ഷിമിലിനെ കെട്ടാൻ പോണ ചെക്കനാരാണ്? അല്ല കാണാനൊക്കെ മോളെ ഇത്തിരി സൗണ്ട് കുറച്ച്. പണി ഇതായതുകൊണ്ട് അവർക്ക് അത്ര പിടിച്ചിട്ടില്ല. ഇത്തിരി സൗണ്ട് കുറയ്ക്ക. ഇവിടെ ഷിമിലിനെ കെട്ടാൻ പോണ ചെക്കനാരാണ്? എന്താ മോനെ, ഞാൻ അവന്റെ അച്ഛനാണ്. ഈ കല്യാണം നടക്കൂല ഏട്ടാ. അത് ശരിയാവൂല. ഞാനും ഷിമിലിയും തമ്മിൽ കുഞ്ഞുനാളെ പോലെ സ്നേഹത്തിലാണ്. നടത്തിക്കൂലേ? ഉറപ്പായിട്ടും നടത്തിക്കൂലേ? നമ്മക്കിട്ട് പണിയാവുന്നുണ്ടെങ്കിലേ ഇവന് ഒറ്റക്കാരിക്കില്ല, ഇവന്റെ കൂടെ ആയിക്കൊണ്ടാവും. പോയി നോക്കടാ. നീ എന്റെ നോക്കടാ, നോക്കടാ. നീ ഇവരോട് പറഞ്ഞ സത്യമാണ്? അതെ. എനിക്കുള്ള ശരിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നടാ കേട്ടോ. അച്ഛൻ വിളിച്ച് പറഞ്ഞേക്ക്, നിശ്ചയില്ലൊരു കുഴപ്പമില്ലെന്ന്. വല്ലവനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണ് എനിക്കെന്ന് മാങ്ങാതിരിക്കാം. മോനെ നീ എന്തി പറയണത്? പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി, മനസ്സിലായാ? മാറ. എന്താണ് മോനെ തുണിക്കണത്? മുറുക്കാൻ തീർന്നില്ലടാ. ചോരയാടാ കോപ്പേ. കച്ചറ പരിപാടിയായിട്ടാ നീ കാണിച്ചത്, കബൂർ പരിപാടി. എടാ മര്യാദക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ഇരുന്ന് എന്നെ പിടിച്ചുകൊണ്ട് തല്ലു കൊള്ളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? എടാ ഒരു പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിന് നിരക്കാത്ത പരിപാടിയാണ് കേട്ടാ. അപ്പൊ കഴിഞ്ഞ കല്യാണം മുടക്കിയത് നീയാണാ? ഞാനാ? നീയെങ്ങാനും അവളെ കിട്ടിയ
നീയൊക്കെ കറങ്കോട്ടയിലെ കൊച്ചിന് കല്യാണം കൊടുക്കണ. അവന്മാരെ തല്ലു വിളിച്ചത് പോരാഞ്ഞിട്ട് ഈ പ്രാർത്ഥനയും പരിപ്പറിയായിട്ട് നടക്കുന്ന എന്നെ എന്തിനാടാ? ഇടികൊണ്ട് വീണ് കഴിയുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോകാൻ വേണ്ടടാ. പിന്നെ നിന്നെ കണ്ടിട്ട് അവർ പേടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കൊച്ചു പിള്ളേര് വരെ കയറി മേഞ്ഞു നിന്നെ. സോറിടാ. ചുണ്ടിനയിൽ കവിത മൂളും വാനിടത്തിൽ പാറി പറക്കണ തത്തമ്മേ പെണ്ണേ, ഞാനൊരു കാര്യം ചോദിച്ച ചൊല്ലാമോ? കണ്ണിനയിൽ കവിത നെയ്യും ചുണ്ടിനയിൽ കവിത മൂളും. ഒരിടിക്കോ, നീരിന് നല്ലതാ. അമ്മ അറിയണ്ടട്ടാ. അതേടാ, അമ്മേനെ ഒന്നും അറിയിക്കണ്ട. എന്നിട്ട് എവിടെ നിന്നെങ്കിലും തല്ലി കിട്ടി കഴിയുമ്പോഴേ ചൂടുവെള്ളം ഉണ്ടാക്കാൻ അമ്മയെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് നാളെ ചൂട് പിടിക്കാം. അങ്ങാട് നീങ്ങിയില്ലടാ. അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നായിരുന്നു? അത് ശരി, ഇനി അതുകൊണ്ടാ. എന്നാ പിന്നെ അവളുടെ ചവിട്ടുനാടും കൂടെ കഴിഞ്ഞിട്ട് ചൂട് പിടിച്ചാൽ മതി. വലിയ അപ്സരസാണെന്ന് അവിടെ വിചാരം. നമ്മുടെ കൂട്ടിലാണെങ്കിൽ വേണ്ടില്ല, കറുങ്കോട്ടയിലല്ലേ മുതല്. ഞാനാ എന്റെ കൊച്ചിനെ ഞാൻ മുടക്കില്ലേടാ. ഇനി എന്റെ കൊച്ചിനെ തൊട്ടാലുണ്ടല്ല പോലീസിൽ പോയി ഞാൻ പരാതി കൊടുക്കും. നീയൊക്കെ എന്നെ കയറി പിടിച്ചെന്നും പറഞ്ഞു. ഇവളെ അറിയാല, പെണ്ണുങ്ങളുടെ വാക്കിനാ വില. പെണ്ണുങ്ങൾ പറയുന്ന ആ നിയമം നുണയാണെങ്കിൽ പോലീസുകാർ പെണ്ണുങ്ങൾ പറയുന്ന കേക്കുള്ളടാ. എല്ലാത്തിനും ഞാൻ അകത്താക്കും. നോക്കിക്കോ, ഇറങ്ങി പോള പട്ടികളെ എന്റെ കുടുംബത്തിൽ നിന്ന്. ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ പോലീസിൽ ഒരു പരാതി കൊടുത്താലേ ബോസ്കോ കേസിൽ നീയൊക്കെ അകത്താക്കും. എന്റെ കൊച്ചിനെ തൊട്ട് നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാടാ. പട്ടികളെ അങ്ങോട്ട്. എന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. ഇനി എന്റെ പെങ്ങളുടെ കല്യാണം നീ മുടക്കിയ? സത്യം ഞാൻ മുടക്കിയിട്ടില്ല ഏട്ടാ. ഇനി കല്യാണം മുടക്കാൻ തീർക്കുന്നില്ല. എന്ത് കാണാൻ നിൽക്കണോ? വണ്ടി എടുത്തിട്ട് വാണ സുനി. അമ്മേ, ഇനി ചൂടുവെള്ളം എടുത്തോ. എടാ, നീ എന്തിനാണ് ഇങ്ങനെ ഇടികൊണ്ട് ചാവണത്? നീ ഇപ്പൊ എത്ര കല്യാണമായി അവളുടെ മുടക്കണത്? നീ നോക്കടാ. എടാ, നിനക്കിത് എന്തിന്റെ കേടാണ്? എടാ, അവക്ക് കുറച്ചെങ്കിലും നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. എടാ, ഇത് അവക്ക് നിന്നെ കണ്ണെടുത്ത് കണ്ടോടാ. പറയണ മനസ്സിലാക്ക്. നീ എന്നല്ല പോവാത്തെ, പോടാ പട്ടി. എനിക്കറിയാമല്ലേ മോൻ. നീ വാടാ. കൊറേ തല്ലുകൊണ്ട് കഴിഞ്ഞാൽ പെണ്ണിന് പ്രേമം തോന്നുന്നവർക്കാ ചെക്കന്റെ വിചാരം. എന്തിനാടാ ചെക്ക ഇങ്ങനെ തല്ലുകൊള്ളണത്? വല്ല കാര്യമുണ്ടാ? എന്ത് കാര്യം? എനിക്ക് ഷിമലിനെ ഇഷ്ടമാണ്. അത് തന്നെ. എന്റെ ചേട്ടേ, ആ പെൺകൊച്ചിന് ചേട്ടന് ഇഷ്ടമല്ലല്ലോ, അതാണ് പ്രശ്നം. എനിക്കിഷ്ടമുള്ള അതുള്ളതല്ലേ, അതാണല്ലോ പ്രശ്നം. ഷർട്ട് മാറ്റ. അയ്യോ, മുതുക് കിടക്കണ കണ്ടാ? നിനക്കിത് എന്തിന്റെ കേടാ? തിന്നിട്ട് എല്ലിനട കുത്തിയിട്ടാണാ? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല. എന്റെ അമ്മ ഒരു കാര്യം പറയട്ടെ, ബോസ്കോ കേസല്ലട്ടാ,
പോക്സാണ് പാപ്പോ. പിന്നെ നീ അടികൊണ്ട് തൂറിനടയിൽ ഞാൻ ഗ്രാമർ നോക്കാൻ പോണേണ്. ഒന്ന് പോയടക്ക അവിടുന്ന്. നിന്റെ ഈ മുടിഞ്ഞ പ്രേമം കാരണം കുടുംബത്ത് സൗകര്യം ഇല്ലാണ്ടായി. അയ്യോ വല്ലോണോ ഈ കുടുംബത്തിൽ നിന്ന് തലയൂരിന്ന് പോയാ മതിയായിരുന്നു. നീ കയറി പാടി, അവൻ തന്നെ ചൂട് പിടിക്കട്ടെ. ചൂട് പിടിച്ചിട്ട് പോമേ. ഈ ചേട്ടാ പിടിപ്പിക്കാൻ വേണ്ടി അമ്മേ, ഞാൻ ഗ്രാമർ പഠിച്ചിട്ട് ചൂട് പിടിക്കാടാ. എടാ ജിത്തു, അച്ഛൻ സപ്പോർട്ടാണ്ട. പിന്നൊരു കാര്യമുണ്ട്, നീ ആ പെങ്കുച്ചിന്റെ കല്യാണവും മുടക്കി ഇത്രയും പേരുടെ ഇടിയും കൊണ്ടിട്ട് ഇനി നീ എങ്ങാനും അവളെ കെട്ടാതിരുന്നാൽ നിന്നെ ഞാനടിക്കും. ചിരിക്കണ്ട, അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും. മോട്ടല് വെട്ടി ഞാൻ അടിക്കും. ഇവിടെ കിടന്നപ്പോ തിളച്ചിട്ട് എന്താ കാര്യം? അന്ന് അവൻ കല്യാണം മുടക്കിയപ്പോ നീ എന്തേലും ചെയ്തോ? ഞങ്ങളുടെ കാലത്തെ കറങ്കോട്ടക്കാരെന്ന് പറഞ്ഞ ആളുകൾ എന്നെ പേടിച്ചു വിറയ്ക്കും. ഇത് ചുമ തൂക്കിയിട്ട് നടക്കാൻ നല്ലത് എന്തിനു കൊള്ളാം? പറഞ്ഞു മിണ്ടാണ്ടിരിക്കാൻ അടിച്ച് കാരണം ഞാൻ പൊത്തും. എനിക്കെന്താ ഞാൻ പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. എടാ പോലെ പറഞ്ഞേക്ക്, അവന്മാര് പോയിട്ടുണ്ടല്ലോ. അവന്മാര് അച്ഛ പറയണ കേക്ക്. നീ ഓരോടത്തും പോകണ്ട. ദേ മോളിൽ കിടന്ന് ഒരുത്തി കരയുന്നുണ്ട്. അതിനാരാശ്വസിപ്പിക്കും? അവൾക്ക് നല്ല വിഷമമുണ്ടാ. നീ അന്ന് അങ്ങോട്ട് ചെല്ല്. കുഞ്ഞോളെ, എടി കഴിക്കണ്ടേ? നിറച്ചി മുറട്ട മേടിക്കട്ടെ? എടി ഇങ്ങനെ കരയല്ലേ? ആ ചെക്കൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടല്ലേ നിശ്ചയം വേണ്ടെന്നൊക്കെ പറഞ്ഞു. നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരണ വിഷയമുള്ളൂ. അത് ഞാൻ സെറ്റാക്കിക്കോളാന്ന്. മൊത്തവളാ പരുന്തും കാലി പോയി. നിന്റെ കല്യാണം ചേട്ടാ നിന്റെ ഇഷ്ടത്തിന് നടത്തി തരുള്ളൂ. ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചോളാം. നീ ഇങ്ങനെ കരയില്ലടി പറഞ്ഞു. നീ എനിക്ക് വാക്ക് പറഞ്ഞിട്ട് തരവഴുത്തനം കാണിക്കുന്നത് തന്തക്കുറ്റം ഉണ്ടോ? തന്തക്കുറ്റം തന്റെ മോളുടെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെ മക്കാ നേരവണ്ണം വളർത്തണം. എടാം പാടി, നീ എന്തെങ്കിലും വെട്ടുവടാ ഇത്? കറങ്ങോട്ടക്കാരുടെ തല്ലും മേടിച്ച് നടന്നോളും. ഇതിപ്പോ എത്രാമത്തെ തവണ എടാ ഇത്? അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളൊക്കെ ചോദിക്കണേ, സാധിച്ചേച്ച അമ്പാടിനെ പ്രസവിച്ചപ്പ കയ്യില് പ്ലാസ്റ്റർ ഉണ്ടായാന്ന്. എന്ത് പറയാനാണ്? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്തു പറയാനാ? ഞാൻ പറഞ്ഞു ഒരു ഉള്ള പ്രേമത്തിന് വേണ്ടി അവന്റെ കൈ ബലി കൊടുത്തേക്കണെന്ന്. നല്ലൊന്നും അന്തരം ചെക്കനാണ്. ആ ചിത്തൂന് വേണ്ടിട്ട് വല്ല കാര്യം ഉണ്ടോ നിനക്ക്? എന്റെ അമ്മ കണ്ടോ, ഞാൻ ഈ കയ്യിലെ പ്ലാസ്റ്റർ ഒക്കെ വെട്ടിട്ടെ എന്റെ ഈ കൈ കൊണ്ടായിരിക്കും അവന് താലി എടുത്ത് കൊടുക്കാൻ പോണത്. കറുങ്കോട്ടേന്നല്ലേ നടന്നു തന്നെ. എടാ അവിടെ ഉള്ളവരൊക്കെ ഒരു ജാതി ആൾക്കാരാണ്. ഓ, അപ്പൊ നീ എവിടെ നിന്നാണ്? കറങ്ങോട്ടേന്ന് പോന്നപ്പോ നീ മാത്രം നന്നായ? അവിടെ ഉള്ളവരും മനുഷ്യരാണ്. എന്റെ പൊന്നോ, എനിക്ക് ജാതിയും മതമൊന്നുമില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഞാൻ അതിന്റെ ആളാണ്. എടാ ചെറുക്ക, ഈ ഫോൺ അടിക്കണ കൊറേ നേരം എടുക്കണല്ലേ നീ? ഹലോ, ആര് പ്രവിക്കുട്ടനാ? എന്നോട് പറഞ്ഞില്ലല്ലോ പന്നി. ഞാനും കൂടെ പോകില്ലായിരുന്നോ? ശരി, നീ വെക്ക്. അവൻ പിന്നെ കല്യാണം മുടക്കിയല്ലേ? നിന്റെ മറ്റേ കൈ കൂടി തല്ലി ഓടിക്കണമെന്ന് ചോദിച്ചായിരിക്കും അവൻ നിന്നെ വിളിക്കായിരുന്നത്. എന്നാലും അവളെങ്ങനെയാടാ അവന്റെ അങ്കിത്തറച്ചത്? ഒന്ന് വാ
എടി ആ ചേട്ടൻ ആ ചിറ്റൂർ ക്ഷേത്രത്തിന്റെ ആൽമര വളവ് വളച്ച് നിർത്തണം നീ കണ്ടിട്ടുണ്ടോ? ഈ മോളെ അയാൾക്ക് ഓരോ റൂട്ടിൽ ഓരോ ആൾക്കാരായിരിക്കും. ഞാനും അതിനൊരു ബസ് മാത്രമല്ലല്ലോ കാരണത്. ഞാനും കോഴിയാടി. എടി നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. ആ ശരി. ഇത് വെന്തിട്ടില്ല. അത്രയും എന്താ മതി. പുതിയ പണിക്കാരനാ, ഞാനെന്ത് ചെയ്യാനാ? ചേട്ടാ പൊറോട്ട ബീഫേ. എടാ പൊറോട്ടെങ്കിലും ആയടാ. പൊറോട്ട ഒന്നും ആയില്ല മോളെ പൊറോട്ടക്കാരൻ പോയി. ഇത് പുതിയ ആളാ. കപ്പയും ബീഫ് എടുക്കട്ടെ. ഓ വേണ്ട, സൂപ്പർ കപ്പയാണ്. എന്റെ പൊന്നേട്ടാ, ഈ കടയിൽ ആകെ കഴിക്കാൻ കൊള്ളാന്ന പൊറോട്ട ബീഫാ. വെറുതെ നിങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കണ്ട. അത് ഇങ്ങനെ ലിവിങ് ടുഗദർ ഒക്കെ ആയിട്ട് ജീവിച്ചു നോക്കട്ടെ ഏട്ടാ. അതേ ഒന്ന് നിന്നേ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ നല്ല കിടിലൻ കിണ്ണത്തപ്പം പുളി ആയിട്ടൊരു സാധനം ഉണ്ടാക്കി തരാം. വെയിറ്റ് ചെയ്യൂ. എന്ത് സാധനം? കണ്ടോ? പഴംപൊരി ബീഫാ. കഴിച്ചു നോക്ക്. അനന്താ ഒരു ചായ. ബാക്കി ഇതെന്താ പഴംപൊരിയാ? ഈ കുന്തോണം നീ ഇത്ര നിന്നോട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എടാ പൊറോട്ട ഉണ്ടാക്കാനല്ല നിന്നോട് കൊണ്ടുവന്നു. ഇത് പൊറോട്ട എവിടാ? അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല പൊറോട്ട. ലോകത്ത് ഉണ്ടാക്കാൻ ഏറ്റവും പാടുള്ള സാധനമാണ് പൊറോട്ട. അതുണ്ടാക്കണവനെ കലാകാരനാണ്. കലാകാരനെ ബഹുമാനിക്കാൻ പഠിക്കും. പൊറോട്ടേനെ ആ കുഞ്ഞേട്ട ഒന്ന് കാല് പിടിച്ചിട്ട് ഈ ഗതിയില്ലാത്ത ഇടയിൽ ഞാൻ പണിക്കുമെന്ന്. ആ കുഞ്ഞേട്ടയുടെ തല അടിച്ചു പൊളിക്കാൻ അള്ളഞ്ഞിട്ടാ. കള്ള പന്നി ഇങ്ങോട്ട് വരട്ടെ. നീ എന്താണ് പൊറോട്ട അടിച്ചോണ്ടിരിക്കണേരുന്ന? പൊറോട്ട ഒന്നും കിട്ടില്ലടി. അവ അടുക്കം വേറെന്തോ സാധനം ഉണ്ടാക്കി തന്നോട്ട്. താനം കൊള്ളില്ലെങ്കിൽ നമുക്ക് നാളെ പോയി തെറി വിളിക്കടി. തള്ളങ്ങട് അത് ഞാൻ തിന്നോക്ക, അപ്പൊ എനിക്ക് മനസ്സിലാവും. എടാ ഇവിടെ നിക്കേ, ഞാനൊരു സാധനം മേടിച്ചു വരാം. ചേട്ടാ ഇന്നലെ തന്ന പഴംപൊരും ബീഫും ഇല്ലേ, മാരൊക്കെ കോമ്പിനേഷൻ ആയിരുന്നു. വേറെ ലെവല്, വേറെ ലീഗ്, വേറെ ടെറിട്ടറി. പിന്നില്ലേ ആ പഴംപൊരിക്കൊക്കെ എന്ത് കിടക്കാച്ച ടേസ്റ്റ് ആയിരുന്നറിയോ? ഒരു 5 ബീഫും കൂട്ടി വേഗം എടുത്തോ. ഇപ്പഴാ? അല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനെന്താ, വെയിറ്റ് ചെയ്യാം. എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. അമ്മാര് സാധനമാണത്. കള്ളക്കാരൻ പഴംപൊരിയും ബീഫാ അങ്ങനെയൊക്കെ തിന്നോ? എന്നൊരു പ്ലേറ്റ് നമുക്ക് പോരട്ടെ. എങ്ങനെയുണ്ടെന്ന് അറിയാലാ. ഇവിടെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിരുന്നു നമ്മളൊന്നും അറിഞ്ഞില്ല. എന്നാ എനിക്കും പോട്ടെ ഒരു പ്ലേറ്റ്. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഇവരെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയത്. എടാ ചിത്തു, ഇനി നീ ആ സസ്പെൻസ് ആക്കടാ. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പഴംപൊരി ബീഫും കൊടുക്കും. ആ ഒരു പഴംപൊരി, ഒരു പഴംപൊരി. പഴംപൊരിയും ബീഫുമാണ് കാശ് ഇവിടുത്തെ കിട്ടിലോ. ജനങ്ങളാണ് കയറിയിറങ്ങുന്നത്. സ്ഥലത്തിന്റെ പേരൊന്നും കൂടെ നോട്ട് ചെയ്തോളൂ. മഞ്ഞപ്ര എന്ന സ്ഥലത്താണ് ഹോട്ടൽ ശ്രീ മുരുക. നീ ഇനി പൊറോട്ട ഒന്നും ഉണ്ടാക്കണ്ട. അതിനൊക്കെ ഞാൻ വേറെ ആൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ ഇനി പഴംപൊരി മാത്രം ഉണ്ടാക്കിയാൽ മതി. നീ അവളവളക്കാണ് ഇതുണ്ടാക്കിയെങ്കിലും ഇന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും നമ്മുടെ കടയിലെ പഴംപൊരി ബീഫും മതി. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാടാ, പഴംപൊരിയും ബീഫും പോലെ. ചേട്ടാ, ചേട്ടനെ ഉണ്ടാക്കണ പഴംപൊരി ഡെയിലി കഴിക്കണമെന്നും പറഞ്ഞ് ചേട്ടനെ പ്രേമിക്കണോന്നൊക്കെ പറഞ്ഞ അത് കുറച്ച് ശോകല്ലേ? അതിന് പ്രേമിക്കണോന്ന് ആര് പറഞ്ഞു? കല്യാണം കഴിക്കണമെന്നല്ലേ പറഞ്ഞു. കല്യാണോ? ഞാൻ പഠിക്കണ വെച്ചാണ്. ആ തോറ്റു പഠിക്കണ വെച്ച് 4-5 കൊല്ലാണ്ട് സ്കൂളിൽ തോറ്റല്ലേ നീ? അത് അവൾക്ക് ആശുപത്രി കേസ് ഉണ്ടായോണ്ടല്ലേ. അയിന് എന്ത് നീ എന്തിനാണ് ഇവരോടൊക്കെ വർത്താനം പറയണ? എടോ തരന്ന് പോയേ, മര്യാദക്ക് പറഞ്ഞാലും മനസ്സിലാവൂല. നീ വന്നേ. ചേട്ടാ, ചേട്ടന് ഇവിളേക്കാളും നല്ല പെൺപിള്ളേരൊക്കെ കിട്ടൂലേ? ആരാ നിന്നെ?
ആ കൊള്ളാരടി ഇവിടെ മനസ്സിലിരിപ്പ് കണ്ട നിന്നെ വിട്ടിട്ട് അവളെ പ്രേമിക്കാൻ എന്തൊരു ദുഷ്പടി ഇവള്. അച്ചാറല്ല ഉപ്പേരി പൊടി വെളുത്തുള്ളി ഡി കോയില ഞാൻ നിന്നെ കെട്ടിക്കോളാന്ന്. പരീക്ഷ തോറ്റാലും സപ്ലൈ എഴുതിപ്പിക്കാം. PSC ടെസ്റ്റ് നീ എഴുതുമ്പോ നമ്മുടെ കൊച്ചായിട്ട് പുറത്ത് കാത്തുനിന്നോളാം. ഇതിനും വലിയ ഓഫർ കല്യാണ്ട് ആടി സെയിൽസിൽ പോലും കിട്ടൂലട്ടോ. നീ പറഞ്ഞു പറഞ്ഞു മല വേടത്തി. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള. കാണുന്നോരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള. തല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള. കാണുന്നോരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള. തല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. കണ്ടോര നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ. കണ്ടോര നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ. കാണും കിനാവില എന്നും വിരിയുമെൻ വെൺമേഘപ്പൂക്കളല്ലേ. പെണ്ണെ നീ എന്റെ സ്വന്തമല്ലേ. ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു. ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു. അന്നനട പോലടുക്കുന്ന നേരത്ത് കാർമുകിൽ പോയി മറഞ്ഞു. പെണ്ണ് നാണം കുണുങ്ങി നിന്നു. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള. കാണുന്നോരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള. തല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കോടി കയറും. നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കോടി കയറും. പൂരപ്പേരും പറ കൊട്ടിക്കയറുമ്പോൾ വർണ്ണങ്ങൾ പാറി വീണു. മേലെ താരകം മിന്നി നിന്നു. എന്തിലകക്കുറി നിൻ തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും. എന്തിലകക്കുറി നിൻ തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും. ചൂടുള്ള ചുംബനം ചുണ്ടിലായി കിട്ടുന്ന നാളുകൾ എന്നു വരും. ആരാവുകൾ എന്നുണരും. എന്തിലകക്കുറി നിൻ തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും. കാണുന്നോരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള. കല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള. കാണുന്നോരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള. കല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള. കാണുന്നോരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള. കല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. പണ്ട് ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ പേരിലാണ് ഈ രണ്ട് കരക്കാരും രണ്ട് തട്ടിലായത്. ഇനിയിപ്പോ ഇവരുടെ ലവ് സ്റ്റോറി കൊണ്ട് ഇവരൊന്നിക്കോടാ. അതൊക്കെ നമുക്ക് ഒന്നിപ്പിക്കാം. ഇത് കഴിച്ചേ. കൊലെടുത്ത് വെച്ചോ. ചിത്തു ചേട്ടൻ ഇങ്ങോട്ടല്ല ചേട്ടാ. വേഗം ചെല്ലു, ബസ് ഇപ്പൊ പോയേ ഉള്ളൂ. നിങ്ങളുടെ ചില്ലറ കിട്ടിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. അതാ അങ്ങനെയുള്ള കുറെ ചില്ലറ കിട്ടിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിട്ടാണ് ടിക്കറ്റ് എടുക്കണം. അല്ലാണ്ട് ഇമാതിരി വട്ടിയും കൊട്ടയും കയറ്റിക്കൊണ്ട് ഈ വണ്ടിക്കകത്തോട്ട് കയറിയല്ലോ വാരിയെടുത്ത് ഞാൻ പുറത്തേക്ക്. എടാ അവളെന്തി? അവള് വന്ന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഗ്യാപ്പിന് കയറിയിരിക്കുന്നത് ബസിന്റെ ഓണറാണ്. എസ് ടി കാർഡിലാന്ന് പറഞ്ഞ അവളെ ഇറക്കി വിട്ട്. ഇറക്കി വിട്ട
ആ മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറക്കി വിട്ടത്. നീ ചോദിക്കാനൊന്നും പോണ്ട. ചോദിക്കാനൊന്നുമില്ല, നീ വണ്ടി നിർത്തി. അവളില്ലാണ്ട് എന്ത് അർച്ചനാവശ്യം. പഠിക്കാൻ പോണുള്ളവരെ മെക്കിട്ട് അറിയണ്ടല്ലോ. വണ്ടി എടുക്കലട്ടാ. ഇനി എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കരുത്. രണ്ടുപേരുടെയും കുടുംബത്തിൽ നഷ്ടം ഉണ്ടാവുള്ളൂ. ഞാൻ ജയിലിൽ പോയ എന്റെ കുടുംബം നോക്കാൻ വീട്ടിൽ വേറെ ആളുണ്ട്. പിന്നെ അങ്ങനെയല്ല. ഇനി ഇതിൽ വേറെ പറച്ചിലില്ല കേട്ടാ. എന്നാലും അവൻ എന്താണ് നിന്നെ തല്ലാ? ഞാൻ നിനക്കെന്നെ തല്ലാഞ്ഞിട്ടാണ്. നീ ഇതോടെ വന്നടാ. ചെല്ലടാ. ഇനി എന്താ വേണ്ടത്? അച്ഛനിപ്പോ വീട്ടിലേ വരാറില്ല ഷിബുട്ട. അപ്പനെ പേടിച്ചിട്ടാണോ? അപ്പേ അമ്മയാ പറഞ്ഞ ഇനി അങ്ങനെ വിളിച്ചാ മതിന്ന്. അങ്ങനെ വിളിക്കാത്തതിന് ഒരു ദിവസം എടാ നിനക്കൊരച്ഛനേള്, അത് ഇതാണ്, മനസ്സിലായ? വേണ്ട ഷിബുട്ട, ഇവൻ കൊച്ചല്ലേ. എന്തൊരു സ്ഥലത്ത് നോക്കിയിട്ടാ നിന്നെ? എന്നെ തിരിച്ചു കൊല്ലുവോ നീ? സ്കൂളിലേക്കാന്ന് പറഞ്ഞിട്ട് സുനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഇഷ്ടമില്ലാണ്ട് എന്റെ കൊച്ചിനെ കാണാൻ വന്നിട്ടല്ല. കുറെ നാളായി ഞാൻ ക്ഷമിക്കണ്. എന്റെ സിജോനെ ഉപദ്രവിച്ച് ഇപ്പൊ എന്റെ കൊച്ചിന് ക്ഷമ കൊട്ടോ എന്റെ ചേട്ടനാ നോക്കൂല. കൊണ്ട് കേസ് കൊടുക്കും ഞാൻ. കേസ് കൊടുക്ക്. ഇടാളിയാ എടുത്ത് ഒന്നും കെട്ടിയോനിട്ടെ ഈ ഊളണ കൂടെ പുറത്തേക്ക് പോകുമ്പോ ഓർക്കണമായിരുന്നു. നിന്റെ അനിയത്തില്ലേ, അവളുടെ അടുത്ത് വഴിയിൽ വെച്ച് തോന്നിയാസം പറഞ്ഞാൽ അവൻ ഇടിച്ച്. ഇനി ഇടിക്കും, കിട്ടുമ്പോ ഒക്കെ ഇടിക്കും. ചോത്തക്കും ഞാൻ. നീ എന്ത് ചെയ്യും? നാറി, നിന്റെ ഈ പാവങ്ങൾ ചില നിപ്പുണ്ടല്ലോ, അതൊക്കെ ഒരു പടമാണെന്ന് എനിക്കറിയാം കേട്ടാ. ആ കൊച്ചിന് ഞാൻ എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടിച്ചിന്റെ മോന്തേ പൊളിക്കും ഞാൻ കേട്ടാ. എടുത്തിട്ട് പോടാ, പോ. അപ്പുറത്തോടാ. അല്ലേട്ടാ മൂത്രമൊഴിക്കാൻ പോടാ, പോടാ അപ്പുറത്ത്. വാടാ മതി. എടാ നീയേ ആപ്പ് ലോക്ക് ഇട്ട് വെച്ചായി, അതാകുമ്പോ സേഫാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. അറിയാൻ പാടില്ല. നീ ഒന്ന് പോയിട്ട് വേണട്ടാ ഞങ്ങക്ക് വീട്ടിൽ പോവാൻ.
എടാ ഗന്ധർവ, അവളിരിക്കണ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അവളുടെ കൂടെ ഇരിക്കുന്ന പോലെ. എന്നാ നിനക്ക് ആ സീറ്റ് അയച്ചു തരട്ടെ, നാളെ വരുമ്പോ കൊണ്ടുവന്നാ മതിടാ. ഇപ്പൊ അതിരക്ക് ഇത് ഏത് നാറിയാണെന്നാവോ? ആ അച്ഛാ, ഇല്ല ഞാൻ വരുമല്ലോ. ഇപ്പൊ വിളിക്കാട്ടാ. എന്റെ കൂട്ടുകാരന്മാരെന്തേ ആമ്പാടിൻ ടീം? എന്താ സാറേ? ഓ, അറിഞ്ഞാലേ പറയുള്ളായിരിക്കും. സാറേ ഞങ്ങള് കണ്ടിട്ടില്ല, ഇപ്പൊ പണി കഴിഞ്ഞ് വന്ന് ഞങ്ങള് ഇപ്പൊ വന്ന് കേറിയുള്ളൂ. എടാ ഞാൻ മര്യാദയ്ക്ക് കോമ്പറടിച്ച് വിട്ടാലേ അവന്മാര് പിന്നെയും പോയിട്ട് ആ കറങ്കോട്ടയിലെ ചെക്കനെ തല്ലേണ്ട വല്ല കാര്യമുണ്ടാ? എന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ അവന്മാരെ അല്ലെങ്കിൽ ബാക്കിയുണ്ടോ? ആ കറങ്കോട്ടക്കാരുടെ കയ്യിലേക്ക് ഞാൻ കിട്ടിയ അവര് ഇഞ്ചായിരിക്കണവരെ ചതയ്ക്കും. വണ്ടി കയറോ, വെറുതെ ചാകാൻ നടക്കണവന്മാര്. ആ അമ്പാടി നാറിയായിരിക്കും ഈ പണി ഒപ്പിക്കണത്. മാങ്ങാത്തൊലി വിളിച്ചിട്ട് കിട്ടണല്ലോ. കുഞ്ഞേട്ടെ, അവന്മാര് താർക്കിട്ടാ പോറിയത്. ഏത് പ്രവിക്കുട്ടേട്ടാ? ഹലോ, ഇപ്പൊ അവന്മാരവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നിക്കണത്ര പന്തിയല്ല. നീ അവന്മാരെയും കൊണ്ട് എങ്ങാടെങ്കിലും കുറച്ച് ദിവസം മാറി. ഞാൻ പോണത് വഴി മാറോ? അതെ സാറേ, മാറിക്കണം. അയ്യോ സാറേ, ചതിക്കല്ലേ. കല്യാണം സാറേ, കല്യാണം മോങ്ങാത്തൊലി. സാറേ വേണം, ഞാൻ കാല് പിടിക്കാം. എന്താണോ ഇവിടെ കല്യാണത്തിന് വല്ല ജനറേറ്ററൊക്കെ വാടക എടുത്ത് ഉണ്ടായിക്കൂടെ? വെറുതെ ഞങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? പറ്റാഞ്ഞിട്ടില്ല സാറേ, പായസത്തിലുള്ള പാല് പല പല വീടുകളിലെ ഫ്രിഡ്ജിലാണ് വെച്ചേക്കണത്. പ്ലീസ് സാറേ. സാറേ ഈ പുള്ളി കയറിക്കോളൂ സാറേ. ഈയാളാ എടോ ടെസ്റ്റ് എഴുതി അടുത്ത് കയറിയോളൂ. വല്ല മുരിങ്ങ വെട്ടാനോ ജില്ല വെട്ടാനോ പറ്റും. അല്ല സാറേ, ഞാൻ കയറിക്കോളാം. ഞാനുള്ള നോക്കിക്കോ. ലൈറ്റ് വന്നല്ല. ചായ എനിക്കണ്ട, ചായ അങ്ങാട് കൊടുക്കാനാണ്. അവർക്കാ? സാറേ ചായ എനിക്കുണ്ട്. സാറേ കഴിച്ചോ സാറേ, നീ വേണമെന്നല്ല പറഞ്ഞത്. ഇവിടെ നിന്നൊന്നും വാങ്ങി കഴിക്കാൻ കൊള്ളൂല്ലോ കേട്ടോ. കുടിക്കണ്ട. എനിക്ക് കുടിക്കാം. പുള്ളിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കുടിക്കാം. കഴിഞ്ഞെങ്കിൽ വേണം, പോകാൻ നോക്കാം. അല്ലതാട്ടെ, കറണ്ടിനും പോവോ? സാറേ കരണ്ടിനെയും പോകൂലല്ല. കരണ്ടിനാരൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ പോകും വരും. എന്നാലും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. അങ്ങനെ പറയല്ലേ സാറേ, വിളിച്ചാ ഫോണും എടുക്കൂല, ആരും ഇങ്ങോട്ട് വരുമില്ല. വരാൻ പറ്റിയ ഒരുത്തിയായിട്ട് നോക്കിട്ടോ സാർ, പ്ലീസ് സാർ. ഇവിടെ വരെ വന്നാൽ തന്നെ വലിയ കാര്യമൊന്നും വിചാരിക്കാൻ ഞാൻ പോടോ. കറണ്ട് ഇനി പോയില്ലെന്ന് അറിയാത്ത സ്ഥിതിക്ക് കല്യാണമൊക്കെ കൂടിയിട്ട് നമുക്ക് നാളെ പോവാ. ഒന്നും മാറിയിക്കണേ. എന്തായാലും പോയിരാടാ. എന്റെ പല്ലിയല്ലേ നീ? ശരിയെടുത്ത. ഹലോ ഹലോ, മഞ്ഞപ്പുറം പോലീസ് സ്റ്റേഷൻ അല്ലേ സാറേ? ഞാൻ ലൈൻമാൻ സാബാണ്. ആ പറ. ഞാൻ കറങ്കോട്ടെന്ന് വിളിക്കണത്. എന്നെ ഇവിടെ അടുത്ത് തല്ലി തടഞ്ഞു വെച്ചിരിക്കണേ. എവിടുന്ന്? കറങ്കോട്ടയെന്ന്. വേഗം പറഞ്ഞു. ആ ഇപ്പൊ ആളെ വിട്ടേക്കാട്ടോ. സാറേ പെട്ടെന്നിടൂല്ലേ? ആ കുറച്ച് സമയം കഴിഞ്ഞ് കണ്ടില്ലെങ്കിലേ ഒന്ന് വിളിച്ചേക്ക്. നമ്മുടെ ജംഗിളാണ്, ശ്രദ്ധിച്ചേക്കണോട്ടാ. അതൊക്കെ നമ്മൾ കേറിക്കോ, ടിക്കറ്റ് എടുക്കാലോ അല്ലേ? തിന്നാടാ. അതെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടും. ഓ, ഏമാനെ ഇവിടുന്ന് വെള്ളമൊക്കെ കുടിക്കുവോ? ചേച്ചിയെ ഒരു ഗ്ലാസ് വെള്ളം സാറിന് കൊടുത്തേക്കട്ടാ. അതങ്ങടുത്ത് തൂക്കവിടെ, ആറ്റ തൂക്കിട്ടാ. കുഞ്ഞേട്ടെ, എന്തോ തോണ്ടലുണ്ടാവും. തോണ്ടല്ലാണ്ട് നിന്നിട്ട് പരിപാടിയാ. ഈ ധൈര്യം ഇട്ടോ തോണ്ടറ. എന്താണ്?
ഇന്ദിവരം പോലഴകുള്ളോള് ഇന്ദ്രധനുസിൽ പിറന്നവള് കുന്തിരിക്കത്തിൻ മണമുള്ളോള് ചെഞ്ചുണ്ടിൽ വീരിയും കരിക്കിൻ പൂള് ഇന്ദിവരം പോലഴകുള്ളോള് ഇന്ദ്രധനുസിൽ പിറന്നവള് കുന്തിരിക്കത്തിൻ മണമുള്ളോള് ചെഞ്ചുണ്ടിൽ വിരിയും കരിക്കിൻ പൂള് എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കണ്ണാരൻ പൊത്തിക്കളിച്ചപ്പോള് കണ്ണിമ വെട്ടാതെ നോക്കിയോള് കണ്ണിമങ്ങച്ചാറിനെരിവുള്ളോള് കണ്ണീര് കണ്ടാലലിയുന്നോള് എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. പാതാങ്കതങ്ങൾ അണിഞ്ഞവള് പാലക്കമോതിരമിട്ടവള് പാലപ്പം പോലെ വെളുത്തവള് പാമുള്ളനെ പോലെ തിളക്കണോള് എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കുന്നിക്കുരു പോൽ മാറുകുള്ളോള് കുങ്കുമം നെറ്റിയിൽ ചാർത്തിയോള് കൂവളമാല കൊരുത്തവള് കുമുദിനി പൊയ്കയിൽ നീന്തിയോള് എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. ആലില പോലെയാടുന്നവള് ചിരല പോലെ ചുവന്നവള് പെരയിലെ തളിർക്കിള്ളിയോള് കാതില കിന്നരം ചൊല്ലിയോള് എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. വെള്ളിക്കോരു സിട്ട പെണ്ണിവള് വെള്ളാരം കല്ലു പെറുക്കിയോള് കൈവെള്ളയിൽ നുള്ളിട്ട് ഓടിയോള് വള്ളി പോലെ എന്നിൽ പടർന്നവള് എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കാവിൽ വിളക്ക് തെളിച്ചവള് കാത്തിരിക്കാന്ന് പറഞ്ഞവള് കണ്ണോട് കണ്ണായിരുന്നവള് മണ്ണോട് മണ്ണായി മറഞ്ഞവള്. ഷിബുട്ടാ എന്താടാ? നീ അത് വിട, പൊളിക്കങ്ങട്. എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്, കാണാൻ 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 എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. എടാ നിന്നെ വിളിച്ചിട്ടുണ്ടാ? ആ, അല്ലാണ്ട് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ കണ്ടിട്ട് വന്നൊന്നും അല്ല. എടാ മൊണ്ണന്മാരെ 2 ദിവസം തല്ലുകൊള്ളാതെ അവിടെ നിന്ന് മാറിയിക്കണം, അത്രേ ഉള്ളൂ. അതിലൂടെ ഓക്കെയാണ്. ആ അമ്മേ, ആ അനിയന്തി കിടന്നല്ല കിടന്ന അടിച്ചോഫായി പോയി അടിച്ചോഫായി പോയിന്നേ. നിങ്ങള് അമ്മക്ക് മനസ്സിലായില്ലേ? കോയമ്പത്തൂർ ഞാൻ അനിയോട് കൂടെ പഠിച്ചാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഓണം വെക്കേഷന്. ആ മറന്നുപോയി. വാ ഇങ്ങട് വാ മക്കളെ, ഇങ്ങട് വാ. അതെ അനിയുടെ ഫ്രണ്ട്സാ കോയമ്പത്തൂരിന്ന് വന്നത്. കോയമ്പത്തൂരാ? ആമാ തമിഴാടാ. എടി വെറുതെ വഴക്കിടല്. ഒരു മുഴം മുല്ലപ്പൂവിന് വേണ്ടി നീ ഇങ്ങനെ പിണങ്ങല്ലേ? ഒന്ന് പൊയ്ക്ക മനുഷ്യ. 5 മുഴം മുല്ലപ്പൂ മേടിച്ചിട്ട് ചേച്ചിയുടെ കഴി ചെറുതായിരുന്നീ. എടാ അനിയുടെ ഫ്രണ്ട്സാ കോയമ്പത്തൂരിന്നാ. അപ്പടിയാ? വാങ്ക. നിങ്ങളുടെ പേരെന്നാ? ഞങ്ങള് മലയാളികളാട്ടാ. അപ്പടിയാ? എന്റെ ദൈവമേ, എന്താണ് ഇതെന്ത് കിടപ്പ വെച്ച് ഇറക്കം കിടക്കണ്? എടാ അനി, ഡാ എണീറ്റടാ. ദേടാ നിന്റെ കൂട്ടുകാർ വന്നേക്കടാ. എന്ത് പറയാനാ മോനെ. രാവിലെ അവന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച പിള്ളേര് വന്നു, അവരുമായിട്ട് അടിച്ച്. അത് കഴിഞ്ഞ് +2 പിള്ളേര് വന്നു, അവരുമായിട്ട് അടിച്ച്. അത് കഴിഞ്ഞ് ഡിഗ്രിയിലെ പിള്ളേര് വന്നപ്പോ അവരുമായിട്ട് അടിച്ച്. ഭാഗ്യത്തിന് അവന് എമ്മ വരെ പോയില്ല മോനെ. അല്ലല്ല, നിങ്ങളുടെ ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഇവനും ഓക്കെ ആക്കി തരും. അല്ല നിങ്ങളെന്താ കഴിക്കണേ?
ഞങ്ങള് ചോറ് മതിയില്ലടാ. വിസ്കിയാ ബ്രാൻഡിയാ? റമ്മ റമ്മില്ലേടാ? റമ്മുണ്ട് സെറ്റ്. അപ്പൊ ആ കാര്യം ഓക്കെ. മതി മതി. ഒരുപാട് കാര്യമുള്ളതാ. വാ നിങ്ങൾ വാ, ഞാൻ റെഡിയാക്കി തരാം. ഒരു കാര്യം, രാവിലെ എഴുന്നേക്കണം, നമുക്ക് കെട്ടിക്കാൻ പോണ്ടാട്ടാ. അപ്പൊ മക്കൾ എല്ലാരും വന്നോട്ടെ. ബാഗ് എടുത്തോ. എടി നല്ലൊരു ദിവസമായിട്ട് നീ നശിപ്പിക്കല്ലേ. കോഴിക്കോട്ടെ മനുഷ്യൻ എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കണം. എടി നിന്റെ മുഖം വീർപ്പിച്ചിങ്ങനെ ഇരുന്നാലേ നീ അവിടെ ചെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നിന്റെ മോന്ത കൊരങ്ങിയുടെ മോന്ത പോലെ ഇരിക്കും. കൊരങ്ങിക്ക് പിന്നെ മുല്ലപ്പൂ വേണ്ടല്ലോ, വെറുതെ എനിക്ക് മുല്ലപ്പൂ മേടിച്ചു തരാൻ. എന്റെ പൊന്നോ, ഞാനൊന്നും പറയണില്ലേ. ഓടേടാ. എന്റെ പൊന്നു തന്നെ ഇപ്പോഴത്തെ ചെറു സുഖത്തിന് വേണ്ടി അവളുടെ ഒരു ജന്മത്തെ തെറി മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. നീ ഇങ്ങോട്ട് വെച്ചാടാ, ഇങ്ങോട്ട് വെച്ചേ. ഒന്ന് ട്രിപ്പായി വന്നപ്പോഴാണ് ഇതെങ്ങോട്ട് പോണ്? പെണ്ണിന്റെ വീട്ടിലേക്ക്. പെണ്ണിന്റെ വീട് എവിടെ? കറങ്കോട്ടയിൽ. കറങ്കോട്ടെ? എടാ ഞങ്ങള് പോണേണ്. ഞങ്ങളുടെ ശരിയാവില്ല. ഇത് കറങ്കോട്ടയാണ്, ഞങ്ങളുടെ നാടാണിത്. നിങ്ങളുടെ നാട് തന്നെ മഞ്ഞപ്ര. ഇത് മഞ്ഞപ്ര, അപ്പുറത്ത് കറങ്കോട്ടയാണ്. അവിടെ ചെന്ന് അവര് നമ്മുടെ കാല് തല്ലോടിക്കൂടാ. എടാ ഇവിടെയുള്ള കറങ്കോട്ടക്കാരെ പേടിച്ചില്ലടാ. പോഴാ ഞങ്ങള് ചേർത്തലേക്ക് വന്ന്. അപ്പൊ നീ ഇങ്ങനെ തിരിച്ചു കൊണ്ടു ഞങ്ങളെ തല്ലുവിളിക്കണം. വന്നേ പോവാ. എന്താടാ നീ ആരുടെ കൂടെ വന്നെ? ചെറുക്കന്റെ കൂടെ. നീയൊക്കെ ചെറുക്കന്റെ ആൾക്കാരാണ്. നിന്നെ കാലം തൊടുവോ? അപമാനിക്കോ? ഇല്ലല്ല. എടാ ധൈര്യോട് തലയോർത്തി പിടിച്ചോട് വാടാ. പിന്നൊരു കാര്യം, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സീൻ ഉണ്ടായ നമ്മുടെ ഒരു ടൂളുണ്ട്. ടൂളിലെ പിള്ളേരുണ്ടാ നമ്മളൊരു പണിയും. അളിയാ എന്താണ്? നമ്മള് കല്യാണത്തിന് തന്നെയല്ലേ വന്നേക്കണേ. അളിയാ ചന്ദനോക്കല്ലേ? അതുണ്ട്. പോണോ? എടാ ആ വരമ്പോഴും ചെളിയാണ്, ഇതിലേ കൊണ്ടുവച്ചു മതി അവരാ. കുഞ്ഞേട്ടെ ഇതാ മഞ്ഞപ്രകാരല്ലേ? വണക്കം. ചെക്കനെ നമ്മുടെ ചങ്കാണ്, ചങ്ക്. ഇവിടെ മരത്തിന്റെ പോസ്റ്റടാ. എല്ലാരും വാടാ. സമയായി ഇപ്പോഴും ഉണ്ടോ? അതേ നടക്കേ. എടി വേവാ. അവരിവിടെ വന്നിട്ടുണ്ട്. എല്ലാ ചകനാ വെറുതെ വിടാനോ? ഒരു പെങ്കൊച്ചിന്റെ കല്യാണമാണ്. നമ്മുടെ പെങ്ങളെ പോലെ തന്നെയാണ് അവളും. നമ്മളെന്തെങ്കിലും കാണിച്ചിട്ട് അവർ ഇട്ടിട്ട് പോയാലോ? അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്നുമല്ല ലംബ് കാണിച്ചാ ചാക്കളടിക്കാൻ പൊളിക്കും ഞാൻ. സുനി അവരവിടെ നിന്ന് പോകാണ്ട് പിന്നെ അവിടെ കാണരുത് കേട്ടാ. വീട്ടിൽ പോകാൻ പറ. അവനവിടെ അവള് വീട്ടിൽ പോകാൻ പറ. അപ്പൊ അവൾക്ക് കല്യാണം കൊണ്ടുവരാ.
കൂട്ടം തെറ്റില്ലേട്ടാ. വെള്ളം വന്നേക്കണേ, വെള്ളം വന്നേക്കണേ. വെള്ളം കൂടി എല്ലാവർക്കും കൊടുക്കട്ടാ. ഇളം മധുരമില്ല, മധുരമില്ല. അയ്യേ, ഇത് വെള്ളം തന്നേക്കണം. കൊണ്ടോ കൊണ്ടോ. ഒരു ഗ്ലാസ് ഈ പഴംപൊരി ഇവിടെ. ആ ശരിയാണല്ലോ. എന്റെ പൊന്നാങ്കട്ടിയുടെ ഫ്രണ്ട്സ് ആടിയവനൊക്കെ. പൊന്നാങ്കട്ടെ? ആ എന്റെ ചെക്കൻ. ഏത്? ഈ പഷ്ടിക്കഞ്ഞി? ഇതേ ഞാൻ പറയാൻ നടക്കങ്ങാടി. ഒന്ന് പോടാപ്പ. അതന്നെ ചെക്കനാണ് ഇവിടെ അങ്ങനെയാണ്. അല്ല അങ്ങനെയാണ് എന്നാ പിന്നെ എന്ത് എന്ത് അത് എത്തിക്കാന്ന് വെച്ചാല് ഞാൻ പറയാനുള്ള മോഹന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ആ, എന്റെ വീട്ടിലെല്ലാരും ഉണ്ട്. അച്ഛാ അച്ഛൻ വന്നേ, അച്ഛനക്ക് വന്നേ. അച്ഛൻ ആരാന്ന് വിചാരിച്ച അവന്റെ അടുത്ത് സംസാരിച്ചു. അവനാണ് നമ്മുടെ ഷിംലയുടെ കല്യാണം മുടക്കിയത്. നാറി കൂട്ടുകാരി ഓരെണ്ണ കൂട്ടുകാരി. എടാ മോനെ ഇങ്ങ് വന്നേ. മോനെ തന്നെ ഇങ്ങ് വാ. ഒരു പപ്പടം ചോദിച്ചിട്ട് എത്ര നേരം? ഒരു പപ്പടം കൊടുത്തോടാ. കുറച്ച് ചോറ് ഇവിടെ അവിടെ ഇട്ട് കൊടുക്ക്. ഇതെന്താണ്? ഹലോ, എനിക്ക് ചോറില്ലേ? അത് ശരി, നമ്മ ചെക്കന്റെ പാട്ടിക്ക് ചോറില്ലേ? ഇവിടെ ചോറ് കരയല്ലേ മോളെ, പോയിട്ട് വാ. എന്തിനാണ് കരയണ? മാറിക്ക് റീൽസ് എടുക്കാണ്. മാറങ്ങാട് ചേട്ടാ പോലെ ഞങ്ങൾ വരുന്ന അടുത്ത വെള്ളത്തിൽ പോയി കയറി. ചേട്ടാ ഇതിന് തന്നെ അതിൽ പോയി കയറി. അളിയനെ തന്നെ കേറല്ലേ, വഞ്ചി കേറല്ലേ? ഇതിലല്ല, അടുത്തേല്. അടുത്ത് വരുമോ? അപ്പൊ ഓക്കെ. ചേർക്കട്ടെ, നമുക്ക് അമ്മ അവിടെ പിടിക്കാം. വെറുതെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഉത്സവത്തിന് കൊടുക്കാം. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ?
കണ്ടില്ലേ? അതാദ്യമായിട്ട് കാണുന്നോണ്ടാണ് മാറിക്കോ. സംഭവം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ പൊളിച്ച് കളറായിട്ടുണ്ട്. അത് പൊളിച്ച്. ആ രവിയൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. എടാ രവി എന്തി രവി എന്തിന്ന് അവിടെ തള്ളത്തിലില്ലേ? മഴ വേണ്ടിട്ട് മാനയൻ മാറാപ്പിലേ പുഴ വരും ചെക്കന്റെ വീട്ടുകാരൊക്കെ പോയല്ല. പോയ നീ ആ മഞ്ഞപ്പറയിലെ ചെക്കല്ലേടാ? ആദ്യോട്ടാ അവള് ഇത്ര അടുത്ത് കാണുന്നു. താങ്ക്സ്. എല്ലാം ഓക്കേടാ, ഞാൻ പറഞ്ഞില്ലേ. എനിക്കൊന്നല്ല, അവള് വെറും കൂറയാണ്. ഇത് എങ്ങനെയാടി ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കുറ്റം പറയാൻ പറ്റണേ? നിങ്ങൾ സംഭവം തന്നെ കേട്ടാ. എന്താന്ന്? എന്റെ പൊന്നാങ്കട്ടെ ഒന്നുമില്ല. അതുകൊണ്ടൊന്നല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവക്കടെ മനസ്സിൽ വേറെ ആരാണ്ടൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ചില ആളുകൾക്ക് സ്ഥിരം ചളി കോമഡി തമാശപ്പടം മതി. ഏത് തമാശയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ശരിയാണ്, ഒരിക്കലും അല്ല. തമാശയെ അതീവ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവിടെ മലയാളത്തിലെ ചളി പടമൊക്കെ വിട്ടിട്ട് നെക്സ്റ്റ് വീക്ക് ജെയിംസ് കാമറൂണിന്റെയും സ്റ്റീവൻ സ്പീൽബർഗിന്റെയും ക്രിസ്റ്റഫർ നോളിന്റെയും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BDNB, that means Barking Dog Never Bites എന്ന റിവ്യൂ ചാനലുമായി ഞാൻ ഇനിയും വരും. Till then, this is Rahul signing off. Love you all. എങ്ങനെയുണ്ട്? കൊള്ളാം. അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടേ എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല മനസ്സമാധാനമായിട്ട്? ഒരു കുഴപ്പമില്ല. 5-6 വർഷം ഞാനും ഈ സിനിമയെന്ന് പറഞ്ഞ് അഭിനയിക്കാൻ വേണ്ടിയേ ഇതിന്റെ പുറകെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതാ. അന്നൊരു പട്ടി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ അവന്മാര് സിനിമ ഉണ്ടാക്കുന്നു, കാണിച്ചു കൊടുക്കാൻ ഞാൻ. അങ്ങനെ ചേട്ടായുടെ ഫ്രസ്ട്രേഷൻ തീരണയാണെങ്കിൽ അങ്ങ് തീരട്ടെ അല്ലേ? കണ്ടുപിടിച്ച് കളഞ്ഞു. അടുത്തതേ രാജമൗലിയുടെ 25 അബദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കിയേ. ദേ ആദ്യമായിട്ടാ പെണ്ണ് കാണാൻ പോകുമ്പോ പഴംപൊരിയും ബീഫേറും കിട്ടുന്നത്. അതിവന്റെ സ്പെഷ്യലാ. ഇവന്റെ പഴംപൊരി ഭയങ്കര വൈറലാ. സച്ചിനും ശ്രീശാന്തൊക്കെ ഇവന്റെ കട ഒന്ന് കഴിച്ചിട്ടുണ്ട് അല്ലേടാ? അതെ അതെ. അല്ല, പെണ്ണ് കാണൽ പോകുമ്പോ ഇതൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എത്ര പെണ്ണ് കണ്ടു? ഒരുപാട് പെണ്ണ് കണ്ടു. പക്ഷെ അവൻ ഒന്നിനെ അങ്ങോട്ട് ഇഷ്ടായില്ല. പിന്നെ അവൻ ഇഷ്ടാവുമ്പോ നമുക്ക് കുടുംബം അങ്ങോട്ട് പറ്റില്ല. ഇത് നല്ല ലാവണ്യമുള്ള കുടുംബമാണ്. പിന്നെ ഫാക്ട് പറയാലോ, അവന് നേരത്തെ ഒരു അഫയർ ഉണ്ടായിരുന്നു. പക്ഷെ കാസ്റ്റ് അങ്ങോട്ട് പറ്റിയില്ല, അതുകൊണ്ട് വിട്ടു. അപ്പൊ ഹിന്ദു ആയിരുന്നില്ലേ? ഹിന്ദു ആയിരുന്നു. ചിരി കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നല്ലോ. എന്തായി? എനിക്കൊക്കെയാണ്. ചിന്മയി എന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. അയ്യോ, അവനത്ര ദുഷ്ടനൊന്നും അല്ല കേട്ടോ. അപ്പൊ ഇനി ഒരു ദിവസം എല്ലാരും കൂടി അങ്ങോട്ട് ഇറങ്ങും. ഞങ്ങൾ ഇറങ്ങാന്നേ അല്ലേ? അവിടെ നീങ്ങിരുന്നടാ, മാറാ. എന്തേ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നല്ലടാ, ഒരു കല്യാണം വിളിക്കാൻ വന്നാണ്. പിന്നെ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. എൻ്റെ പെങ്ങളുടെയും ഇവൻ്റെയും കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു. നീയൊക്കെ അന്ന് കറങ്കോട്ടയിൽ വന്നില്ലേ? ഇവൻ ആ കല്യാണത്തിൽ വെച്ച് അവളെ കണ്ട് ഇഷ്ടമായി. അവക്കും ഓക്കെയാണ്. നിശ്ചയമൊന്നും നടത്താനുള്ള സ്ട്രൈറ്റ് കല്യാണമാണ്. പ്രധാന കല്യാണം മുടക്കിനോട് തന്നെ ആദ്യം പറയണമല്ല.
ഇവരെല്ലാ കാര്യം എന്നോട് പറഞ്ഞിട്ടാ. അതുകൊണ്ട് തന്നെ ബ്രോ, കല്യാണം മുടക്കാനായിട്ട് എൻ്റെ വീട് വരെ വന്ന് പെട്രോൾ ആവശ്യമുണ്ട. പെട്രോളിനൊക്കെ ഇപ്പം എന്താ വില അല്ലേ? നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്രോളിന് വില കൂടിയിട്ടുണ്ടാവും. പിന്നെ ബ്രോ, ഇനി കല്യാണ പന്തലിൽ വന്ന് ആത്മഹത്യ ചെയ്താലും എനിക്ക് പുല്ലാണ്. ഞാൻ ഷിമിലെ തന്നെ കെട്ടി. ഈ വൺ സൈഡ് പ്രേമത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞു ബ്രോ. ഔട്ട്ഡേറ്റഡ് ആണ്. ആ നാറിയ കുടുംബമാണ്. രക്ഷ പറഞ്ഞെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടു. കൂടെ പറഞ്ഞുള്ള കല്യാണം മുടങ്ങുമ്പോഴേ നല്ല രസോടാ. മുട്ടിഞ്ഞ ഫീലല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും ഒളിയാ? കറുങ്കോട്ട പോയി അവളെ കൊണ്ട് പൊക്കിയാലോ? എന്താണ് ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെ പ്രായമില്ലേ എന്റെ ചെപ്പ് അടിച്ച് വിളിക്കുന്നേ. എന്താണ് ഇവിടെ? നമ്മുടെ ഷിമിലില്ലേ, അവളൊരു ബർത്ത്ഡേ ആഘോഷമാണ്. ദേവത്തോടൊപ്പം പേരെന്താ? ജോർജൻ തോമസ്. പ്രിൻസിപ്പാളാ. എന്ത് പറ്റിയാണ്? അത് അവൾ ക്ലാസ്സിൽ ലഡു കൊടുത്താണ്. സാറ് പെട്ടെന്ന് കയറുന്നു. സാറിനത് ഇഷ്ടമായില്ല. സാർ ബുക്ക് എടുത്ത് പയ്യൻ തൊട്ടുള്ളൂ. അപ്പൊ തന്നെ അവള് ബോധം കിട്ടുള്ളൂ. അയ്യോ, ആ സാറിന് ഷുഗറായിരിക്കും. പിന്നെ എടുക്കേണ്ട പ്രാന്ത് കയറൂലേ. എന്ത് പറ്റി? എന്താണ്? എടാ സൈക്കിള്. അത് കുഴപ്പമില്ല, വാ. നീ വേണം അടിപൊളി വിട്ടേ. ഒരെണ്ണം കൂടി തരും. എടാ അവരെല്ലാരും ഉണ്ടല്ലോടാ. ഹോസ്പിറ്റലല്ലേ, ഞാൻ പോയി കുഴപ്പമുണ്ടാവില്ല. ഞാൻ പോയി നോക്കട്ടെ. നീ പോയിക്കോ. പിന്നെ തല്ലുകൊള്ളുമ്പോ എന്നെ ചൂണ്ടിക്കാണിക്കരുത്. എന്റെ പേരും പറഞ്ഞു കൊടുക്കരുത്. അമ്മയുടെ സത്യം എടാ ഇടറാ. എടാ നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കരുത്? അതിനൊക്കെ കുഴപ്പമൊന്നുമില്ല. ഹലോ, ഇവിടെ നിന്ന് ഉളിഞ്ഞോക്കായിരുന്നല്ലേ? ഉളിഞ്ഞോട്ടൊക്കെ രസമാണ്. ഞാനും നോക്കിയിട്ടുണ്ട് പണ്ട്. പക്ഷെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം നീ ഞങ്ങളുടെ പുറകെ ഒളിഞ്ഞോക്കാൻ വന്ന അവളുടെ ചേട്ടന്മാരെ പോലെ അല്ല എൻ്റെ നാട്ടുകാർ. ചവിട്ടി ചേറിത്താത്ത നാണുണ്ടോ ഊളി നിനക്ക്? വെറുതെ ആണുങ്ങളെ വില നിർത്തറ. അവളുടെ ആങ്ങളമാരുടെ ഇടയ്ക്ക് എത്ര മണി ഞാൻ കൊള്ളും? അത് അവളുടെ കല്യാണം മുടക്കിട്ട കാരണമുണ്ട് എന്നും പറഞ്ഞ് കണ്ണി കണ്ട പോസ്റ്റിൽ കയറണ പോലെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നിട്ടല്ലേ? നിനക്കെന്നെ ശരിക്കും അറിഞ്ഞൂടാ. കൊന്നുടയും ഞാൻ. ചത്താലും ഞാൻ ഷിമിലെ തന്നെ കിട്ടുള്ളൂ. എടാ ഉച്ചക്ക് മുതൽ അവനെ വിളിക്കണം. ഫോൺ ഇറങ്ങിണ്ടായി, പക്ഷെ എടുത്തില്ല. എടാ ഇപ്പോഴും വിളിയും സ്വിച്ച് ഓഫ് ആണ് ട്ടാ. എടാ ഉച്ചക്ക് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവന്റെ അച്ഛൻ പറഞ്ഞതേ അവൻ വീട്ടിൽ നിന്ന് രാവിലെ പോയെന്നാണല്ലോ. അമ്പാടിയേ, ചിത്തൂനെന്താണ് ഭ്രാന്തായ? അവൻ വള്ളോടത്ത് കറങ്ങോട്ടൊക്കെ കൊണ്ടാലടാ. കറങ്കോട്ടേക്കാ? എടാ ഇത് അവൻ എന്തിന്റെ സൂക്കേടാണ്? ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ച മുതൽ തുടങ്ങിയത് അവന്. അവന്മാരെല്ലാം കിട്ടിയ വെച്ചേക്കൂട്ടോ. ഒന്നേ മഞ്ചിർക്ക് എല്ലാരും കൂടെ പോകുന്നു. വേഗം വലിച്ചടിപ്പിക്കണം. ഷെമിലയുടെ വീട് അറിയോ? നാട്ടുകാരോട് തന്നെ കെട്ടിയിട്ട് തല്ലുണ്ടാവും. അത് തന്നെ അവരുടെ വീട്. അവിടെ ഇല്ലെങ്കിലാ നെഗറ്റീവ് പറയലടാ. ഓ കെട്ടിട്ട് തല്ലാണ് പോസിറ്റീവ് ആണ്. അവിടെ ആൾക്കാരുണ്ട്, മിണ്ടാണ്ട് നേരാണ്. ഞാൻ ഫ്രണ്ടിലടക്കം തന്നെ കണ്ട മനസ്സിലാവും. തീപ്പെട്ടി ഒന്നുമില്ല. വലിയ നിർത്തണ കോപ്പേ ചത്തു. ചങ്ങനപ്പോ എടുക്കണവരോടാ ഈ വർത്താനം പറയണത്. ഇതോ മരല്ലടാ. ഇത്
അക്കരെ എന്നാണ് അക്കരെ എന്നാണ് ഒരു മരിപ്പറിയിക്കാൻ വന്ന ആര് മരിച്ച്? ചേച്ചിയുടെ ചിറ്റപ്പം പോയി വിഷമിക്കണ്ട ചേച്ചി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 1-2 സ്ഥലത്ത് കൂടെ പറയാനുള്ളതാണ്. ശരിയെന്നാ. അയ്യോ നിങ്ങൾ വല്ലത് കേട്ടാ എന്റെ ചീറ്റപ്പം പോയിന്ന്. വാ ഒന്ന് പോയി നോക്കാം. അത് ശരിയാണല്ലോ. അപ്പൊ ഇവനാരാണ്? നിന്നെ മറ്റേ കൈ കൂടി ഞാനിങ്ങനെ കേട്ടാ തരാൻ പറ്റൂലടാ. പറയില്ലടോ. എടാ ഞാൻ പറയുന്നു മിണ്ടരുത് നീ മിണ്ടണ്ട. തകർന്നടാ, നെട്ടി തകർന്ന്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടുള്ള അടിയാണിത്. തകർന്നുപോയി. ഒരു ജാതി കോപ്പിലെ പരിപാടിയാണ് നീ കാണിച്ചത്. നീ ഞങ്ങക്കിട്ടാണ് ശരിക്കും അടിച്ചത്. ഞങ്ങളൊക്കെ എന്താണ് ഉണ്ണാക്കന്മാരാന്ന് ധരിച്ചത് നീ. എടാ ഞാൻ നിങ്ങളോട് നുണയൊന്നും പറഞ്ഞില്ല. നീ സത്യവും പറഞ്ഞില്ല. ചിറ്റൂടൊന്നും ചെയ്യരുത്. ഇത്ര നാൾ എനിക്കവിടെ കുറെ തല്ലോട്ടതായി പാവം. ഇനി പറ്റൂല. എനിക്കിപ്പോ പറയാനുള്ള ധൈര്യേ ഇനി ഞാൻ സമ്മതിക്കൂല. തൊട്ടോരുത്. ഞാൻ പറഞ്ഞിട്ടാ ചിത്തു വന്ന കല്യാണമൊക്കെ മുടക്കിയത്. ഇതൊക്കെ പേടാ. ഫുൾ ടൈം ഞങ്ങൾ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ല. ഇതൊക്കെ അല്ല പെട്ടെന്ന് ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോ ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞതിന്റെ ചാടാണ്. അതല്ല, ഇതിപ്പോ എങ്ങനെ കെട്ടപ്പിള്ളേന്റെ എടോ
ഞാൻ പറഞ്ഞത് താൻ എന്നെ പ്രേമിക്കണോന്നല്ല, നമുക്ക് കല്യാണം കഴിക്കാന്നാ. പിന്നെ ഡയറക്റ്റ് കല്യാണ കാര്യം പറഞ്ഞത് ബാക്കി എല്ലാരും പോലെ ഈ മാള് പോവാ, തിയേറ്ററിൽ പോവാ, കറങ്ങി നടക്കുക, വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാ, ആ വക ഐറ്റംസ് ഒന്നും നമ്മുടെ ഇടയിൽ നടക്കൂല. തനിക്ക് എന്റെ ആങ്ങളമാനെ അറിയാല. ഈ പ്രേമത്തിന്റെ പേര് പറഞ്ഞ ആ പ്രവീടെ കയ്യിലങ്ങാൻ കിട്ടിയണ്ടല്ലോ, തല്ലിക്കൊന്നു കളയും. അറിയാല ചെക്കന, ഒറ്റ ബുദ്ധിയാണ്. പിന്നെ എനിക്കാരുടെയും തല്ലുകൊണ്ട് ചാവണ്ടോ, എനിക്ക് തൻ്റെ കൂടെ ജീവിച്ചാ മതി. എനിക്ക് പ്രേമം വേണ്ട, ഞാൻ വീട്ടിലൊന്നും ആലോചിക്കാം. ആ, നമ്മുടെ ആരും വീട്ടിൽ പറയുമ്പോ തന്നെ അവരങ്ങോട്ട് നമ്മളെ കെട്ടിച്ചേരാൻ പോണല്ല. അത്രയ്ക്ക് പൊളി വൈബാണല്ലോ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ. എന്റെ ചേച്ചിയുടെ കാര്യം എനിക്കറിയാലോ. ആ സീനൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ തന്നെ വീട്ടിൽ പറഞ്ഞോളാം. പിന്നെ ഇങ്ങോട്ട് തന്നെ അത്. അയ്യോ, ദേവളമാരുണ്ട് കൂടെ വന്നേക്കണേ. ചേട്ടൻ എന്ത് വർത്താനോണീ പറയണ? ചേട്ടൻ ഉണ്ടാക്കണ പഴംപൊരി ഡെയിലി കഴിക്കണം എന്ന് പറഞ്ഞു ചേട്ടനൊക്കെ ഒരു പ്രേമിക്കണോന്നൊക്കെ പറഞ്ഞ അത് കുറച്ച് ശോകല്ലേ? അതിന് പ്രേമിക്കണമെന്നാലും പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാന്നല്ല പറഞ്ഞു. കല്യാണോ? ഞാൻ പഠിക്കണ വെച്ചാണ്. ഈ റൂട്ട് കൊള്ളാല, വൺ സൈഡ് ലവ്. ഇതാവുമ്പോ ചേട്ടൻ എന്റെ പുറകെ നടക്കുകയും ചെയ്യാം, എനിക്കെപ്പോഴും ചേട്ടനെ കാണുകയും ചെയ്യാം. ഒരു തെണ്ടിയുടെ കല്യാണാലോചന വന്നിട്ടുണ്ട്. PM ഷാൻ, കത്രിക്കടവ് ജംഗ്ഷൻ, ഗാന്ധിനഗർ. ലവ് യു. ദേഷ്യത്തിലാണെങ്കിലും ഇന്ന് കുറച്ചേരാ കണ്ണിൽ നോക്കി നിൽക്കാൻ പറ്റിയല്ല. തിന്നിട്ടുണ്ട് പോടാത്ത. പിന്നെ ഈ കാര്യം നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത്. എനിക്ക് തല്ലുകൊള്ളാൻ വയ്യടോ. അത് ശരി. അപ്പം അവക്ക് തല്ലുകൊള്ളാൻ വയ്യ, അതുകൊണ്ട് ആ തല്ല് മുഴുവൻ ഞങ്ങൾക്ക് തെണ്ടി. എടാ ഡെയിലി നിനക്ക് വേണ്ടി ബലിദാനിയാവുന്ന ഞങ്ങളോടൊരു വാക്ക് പറയുന്നട്ടാ. എടാ ബലിദാനി അല്ലട്ടാ, രക്തസാക്ഷി. എന്റെ പൊന്നു സഖാവിന്റെ പാർട്ടിയും കൂടെ ഇടയ്ക്കേറ്റ്. എടാ ഞാൻ രാഷ്ട്രീയം പിന്നെ എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഈ കാര്യം ഇവന് ഈ അമ്പാടിക്ക് അറിയാൻ പോരുതാ. എടാ നിനക്ക് അറിയാൻ പോരുതാന്ന് ഇല്ലല്ലേ? ആ ഇപ്പൊ ആശ്വാസേ, അല്ലെങ്കിൽ കുശും പഠിച്ച് നെറിയേക്കൊരു മനുഷ്യ ചത്താനെ. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, നീ കാണിച്ചത് കബൂർ പരിപാടിയാണ്ടാ. മനഃപൂർവ്വം അല്ലടാ, സത്യമായിട്ടും പേടിച്ചിട്ടാ. വല്ലതും പറഞ്ഞു ആരെങ്കിലൊക്കെ അറിഞ്ഞ അവള് കൈവിട്ടുവെന്ന് ഓർത്തിട്ടാ. പേടിച്ചിട്ടാടാ. എടാ അവക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ പോലും ചങ്കായിട്ട് കൂടെ എന്ന് പറഞ്ഞ ഞങ്ങള്. അപ്പൊ ഇപ്പൊ ഇഷ്ടമെന്ന് പറഞ്ഞാല ഞങ്ങള് കൂടെ ഉണ്ടാവൂലേ? നമ്മളവിടെ പൊക്കോടാ, പൊക്കിയിരിക്കും. എടാ അവിടെ ആളെ കൊള്ളാട്ടാ, നല്ല ഗട്സ് ഉള്ള പെണ്ണാണ്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. എടാ അവന്മാരൊക്കെ കൂടി ഇനി അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? ചെന്താരകമേ ചെമ്പകപ്പൂവേ ചെനഞ്ഞ മാങ്ങ കണക്കിനന്ന് തൊടുത്തു നിന്നോളെ. ചെനഞ്ഞ മാങ്ങ കണക്കിനന്ന് തൊടുത്തു നിന്നോളെ. ചെന്താരകമേ ചെമ്പകപ്പൂവേ ഒരു കടിയിലൻ കരളു മൊത്തം പൊളിച്ചു പെണ്ണാളെ.
ഒരു കടിയിലൻ കരളു മൊത്തം പൊളിച്ചു പെണ്ണാളേ. ഓ ഓ ഓ കരിവളയാലേ കൺമഷിയാലേ ഉള്ള മുഴുവൻ കവർന്നെടുത്തോളേ. കരിവളയാലേ കൺമഷിയാലേ ഉള്ള മുഴുവൻ കവർന്നെടുത്തോളേ. ചിരിച്ചതെന്തേ നീ, ചതിച്ചതെന്തേ നീ, ചിരിച്ചതെന്തേ നീ, ചതിച്ചതെന്തേ നീ, ചതിച്ച പിന്നും മനസ്സിനുള്ളിൽ തുടിപ്പതെന്തേ നീ, തുടിപ്പതെന്തേ നീ. ഓ ഓ എടാ കുഞ്ഞാ, ഈ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ഇഷ്ടം നോക്കി നിർബന്ധിച്ചും പേടിപ്പിച്ചും പെമ്പിളേരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇത് പഴയ കാലമൊന്നുമല്ല. ഒരുത്തിൻ്റെ കാലത്ത് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. എടാ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ വിട്ടു പോകുമ്പോണ്ടെന്ന വേദന അതാരേക്കാൾ കൂടുതൽ നിനക്കറിയാൻ പാടില്ലടാ കുഞ്ഞാ. അവളിപ്പോൾ കല്യാണത്തൊന്നും നിർബന്ധിക്കണ്ട. തൽക്കാലം അവൾ പഠിപ്പ് തീർക്കട്ടെ. അതല്ലേ എൻ്റെ ശരി. നീ ശരിക്കൊന്ന് ആലോചിക്കും. കമ്മിറ്റി ഓഫീസാണ്, ആനപ്പന്തലല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മയുണ്ട്, ഇറക്കി കെട്ടിത്തിരിങ്ങാട്. ഈ പ്രാവശ്യം രണ്ട് കരക്കാരും തമ്മിൽ തമ്മിത്തല്ലുള്ള പരിപാടിയാണെങ്കിൽ ശരിയാവൂലോട്ടോ. ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും സംഭവിക്കൂല. ഉത്സവം നമ്മ ഗംഭീരമായിട്ട് ഭഗവതിക്ക് എല്ലാരും ഒരു പോരാ. അതെന്ത് വർത്താനം അലിശാന്തി പറയണത്? ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവല്ലോ ഉണ്ടാ? അങ്ങനെ വേർതിരിവ് ഉണ്ടായിരുന്നേ നിയമനത്തിന് ഓർഡർ വന്നപ്പോഴേ ഞങ്ങൾ എതിർക്കുമായിരുന്നില്ലേ? അല്ലേ? അതെ. അല്ല ഏട്ടാ, നിങ്ങൾ അങ്ങനെ പെരുമാറിയെന്നല്ല പറഞ്ഞത്. എന്നാലും ചിലർക്കൊക്കെ ഇപ്പോഴും നമ്മളോട് പൊരുത്തപ്പെടാൻ. നമ്പ്യാർ സാറിന്റെ കാര്യമല്ലേ, താനതങ്ങ് വീട്. അത് കണക്കാക്കണ്ട. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല. പോരെ? അല്ലാണ്ട് എന്താ പറയേണ്ടത്? വേർതിരിവൊന്നുമില്ല ചേരട്ടാ. പക്ഷെ അനുവാദം തരാനുള്ള അവകാശം ഇപ്പോഴും നിങ്ങളുടെ കയ്യിലാണല്ലോ. എടാ മതി നിന്റെയൊക്കെ കളി. ഇനി ഉത്സവം കഴിഞ്ഞിട്ട് മതിയേട്ടാ. കറങ്കോട്ടയിൽ നിന്ന് കൊടിമരം കൊണ്ടുവന്നു കഴിഞ്ഞാ പിന്നെ പിരിവൊന്നും നടക്കൂലട്ടാ. ശിവല്, നീ പരീക്ഷയും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് തന്നെ വന്നു. വേറെ എങ്ങോട്ടും പോകരുത്. ഷിബൂട്ടിന്റെ ആൾക്കാരുള്ളതാണ് എല്ലായിടത്തും.